വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിനെ ഇന്ന് അറസ്റ്റ് ചെയ്യും. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പി സി ജോർജ് നേരിട്ട് ഹാജരാകും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. അതേസമയം സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകില്ലെന്ന് മകൻ ഷോൺ ജോർജ് പറഞ്ഞു. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ രമേശ്, ഈ പറയുന്നതുപോലെ ഇന്ന് പി സിയുടെ അറസ്റ്റ് ഉറപ്പിക്കാമോ? അറസ്റ്റിന് ശേഷമുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? അതിന് ഇന്ന് 10 മണിയോടുകൂടി ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാമെന്നാണ് പോലീസിനെ പി സി ജോർജ് അറിയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകാനായിട്ട്, അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുന്നോടിയായിട്ട് നോട്ടീസ് നൽകാനായിട്ട് പി സിയുടെ വീട്ടിലെത്തിയിരുന്നു. പക്ഷേ പി സി ആ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. തുടർന്നാണ് മകൻ ഷോൺ ജോർജ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ പി സി ജോർജ് നേരിട്ട് ഹാജരായിക്കൊള്ളാം എന്നുള്ള ഒരു സന്ദേശം പോലീസിന് അയച്ചത്. അതിന് പ്രകാരം പോലീസ് അറസ്റ്റ് നടപടികൾ നീട്ടിവെക്കുകയായിരുന്നു. തുടർന്ന് എന്തായാലും ഇന്ന് പി സി ജോർജ് സ്റ്റേഷനിൽ ഹാജരാക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിട്ടുണ്ട്. 10 മണിയോടുകൂടി ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് അധികൃതർ നൽകുന്ന വിവരം. ഒപ്പം പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കേസുകൾക്ക് അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായിട്ട് മൊഴിയെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് പി സി ജോർജ് ഹാജരായാലും വിശദമായിട്ടുള്ള മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കൂ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ സമയം, അല്ലെങ്കിൽ ഈ പി സി ജോർജ് സ്റ്റേഷനിലേക്ക് ഇന്ന് പോകുന്ന സമയം BJP പ്രവർത്തകരടക്കം അദ്ദേഹത്തെ അനുഗമിക്കുമെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. BJP പ്രവർത്തകർ അവരോട് പി സി ജോർജിന്റെ വീട്ടിലേക്ക് രാവിലെ തന്നെ എത്താനുള്ള നിർദ്ദേശം പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ നിന്നൊക്കെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലൊക്കെ തന്നെ അവിടെ മാറിയേക്കാനും സാധ്യതയുണ്ട്. ഒപ്പം നിലവിൽ അറസ്റ്റ് ഇനിയും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വീണ്ടും മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കൂടി കാരണമാകും. മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് SDPI, മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾ അതിനും അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ, അത്തരത്തിലുള്ള അറസ്റ്റ് വീണ്ടും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അതിനും പ്രതിഷേധത്തിനുള്ള ഇടവരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കലാപാഹ്വാനം, അതോടൊപ്പം തന്നെ മതസ്പർദ്ധ വളർത്തൽ തുടങ്ങിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഈരാറ്റുപേട്ട പോലീസ് പി സി ജോർജിനെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ചാനൽ ചർച്ചയിൽ നടത്തിയിട്ടുള്ള വിദ്വേഷപരമായിട്ടുള്ള പരാമർശത്തെ തുടർന്നായിരുന്നു പി സി ജോർജിനെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് പി സി ജോർജ് മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി അടക്കം ആ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് അടിയന്തരമായിട്ട് അറസ്റ്റ് ഉണ്ടാകണം എന്നുള്ള രീതിയിൽ പോലീസ് തലപ്പത്തു നിന്ന് തന്നെ ഈരാറ്റുപേട്ട പോലീസിന് നിർദ്ദേശം ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ പി സി ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് നേരിട്ട് ഹാജരാക്കാമെന്ന് രേഖാമൂലം തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇന്ന് തന്നെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അറസ്റ്റിന് ശേഷം അദ്ദേഹത്തിന്റെ മെഡിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ എടുക്കും. ഒപ്പം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. ശരി, എന്തായാലും ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അറസ്റ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.